പക്ഷെ നമ്മളെ നാടുകളിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ അതിന്റെ ആ ഒരു പകയും ദേഷ്യവും അങ്ങോട്ട് തീർത്ത് ഇങ്ങോട്ട് തീർത്ത്. ലോകകപ്പ് എന്ന് പറയുന്നതിന്റെ പിറകിൽ തന്നെ വലിയ വാതുവെപ്പ് വൻ ബിസിനസ്സാണ്. ഒരു ടീമിനെ ഇതിന് പറയുന്നു, അപ്പൊ എതിർ ടീമിന്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ ഗേൾസ് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ്. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലുള്ള ആരവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ റോഡും നഗരങ്ങളുമെല്ലാം വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞ് ആടിയിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ യുവാക്കൾ തെരുവിലിറങ്ങി പല രൂപത്തിലുമുള്ള മത്സരങ്ങളും ആർപ്പുവിളികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹക്കൂട് അത് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ടീച്ചറും ട്രെയിനറുമായ ഷമീം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹക്കൂട് ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, റോഡ് നിറയെ ഫ്ലെക്സ് ബോർഡുകളാണ്. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ 2-3 ദിവസം രാത്രി സമയങ്ങളിലാണ് യാത്ര ഉണ്ടായിരുന്നത്. നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ടൗണുകളിൽ പോലും വലിയ ആൾക്കൂട്ടങ്ങൾ, വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ ഫിറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വിനോദമാണ്, നല്ലൊരു കായികമായി നമുക്ക് മുന്നേറാനുള്ള ആരോഗ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹലാലായ ഒരു സംഗതിയാണ്. പക്ഷേ അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം വർഷങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശവും അതിൻ്റെ എല്ലാം അലയൊലികളും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പൊതുവെ കേരളക്കരയിൽ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ അതിൻ്റെ ആരോഗ്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കാറുണ്ട് ബാക്കിയുള്ളിടത്തേക്കാൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യം, വേൾഡ് കപ്പിൻ്റെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലൊന്നും ഇല്ലാത്തൊരാരവം കേരളത്തിലുണ്ടോ എന്ന് നമ്മളോട് ഒരു ചോദ്യം, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ട് നമ്മളോട് ചോദിക്കാൻ. സ്വാഭാവികമായിട്ടും ലോകകപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അലയോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ സമയവും അതിൻ്റെ അതിരുകൾ ലംഘിച്ചു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. റോഡുകളിൽ മുഴുവൻ അർദ്ധരാത്രി വരെ അല്ലെങ്കിൽ രാത്രി മുഴുവനും എന്ന് പറഞ്ഞ പോലെ യുവാക്കൾ ഒരു മത്സരത്തിൻ്റെ കാലത്തിലാണ്. വെല്ലുവിളികളാണ്. ഫാൻ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു അനാരോഗ്യകരമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ടോ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ പേടിക്കണം. അപ്പോൾ ഇവിടെ അതൊരു കളിയാണ്, ഒരു വിനോദമാണ്. അത് അതിൻ്റെ ഒരു നിലയിൽ കണ്ട് എടുക്കുകയും ആ നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ കളി ഇഷ്ടമുള്ള, ഫുട്ബോളിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഏത് കളികളാണെങ്കിലും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും മനുഷ്യരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിനോദം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിധികൾ ഒരിക്കലും ലംഘിച്ച് മുന്നോട്ട് പോകരുത് എന്നാണ് ആമുഖമായിട്ട് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുക. അതിപ്പോൾ ഈ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നിടത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ തമ്മിൽ വല്ല വെല്ലുവിളികളാണ്. ഇപ്പോൾ ഒരു ഫാൻസ് ഒരു 500 അടി, ഇപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം 600 അടിയുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ എതിർ വിഭാഗം ഈ പ്രാവശ്യം 700 അടിയുള്ളതാണ് അവർ സ്ഥാപിച്ചത്. ഇങ്ങനെയുള്ള അതിന് വലിയ സാമ്പത്തിക ചെലവും മാൻ പവറൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ഉപകാരവുമില്ലാതെ, സത്യത്തിൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കളി എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യപരമായി, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിൻ്റെ ഒരു എക്സസൈസ് എന്ന നിലക്ക് കായികമായി അമ്പെയ്ത്ത്, കുതിരസവാരി, ആ ഗണത്തിൽ പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുട്ബോൾ കളിക്കാം, കാണുകയും ചെയ്യാം. അതൊരു പുണ്യകർമ്മമല്ല, ഹറാമല്ല, അനുവദനീയമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ അതിര് വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതോ ലോകത്ത് നടക്കുന്ന, ഏതോ രാജ്യത്ത് നടക്കുന്ന കളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എന്തെല്ലാം അവസ്ഥ എന്ന് വെച്ചാൽ സൗഹൃദങ്ങൾക്ക് വിള്ളലുണ്ടാക്കണം. ആ ഒരു വിഷയം നമ്മൾ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് നിങ്ങൾ പറയേണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില കാര്യങ്ങൾ എന്താ അറിയോ, 8ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ബോയ്സ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ
ഒരു ടീം ഒരു ടീമിനെ ഇതിൽ പറയുന്നു, അപ്പോൾ എതിർ ടീമിൻ്റെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൽ ഗേൾസ് അതിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ്. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു അനാരോഗ്യകരമായൊരു അവസ്ഥയിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. സൗഹൃദങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഈ ലോകകപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജൂലൈ 20 ഇതിൻ്റെ അതെ, ഒക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മളെ നാടുകളിൽ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതകാലം മുഴുവൻ അതെ. അതിൻ്റെ ആ ഒരു പകയും ദേഷ്യവും വൈരാഗ്യവും അങ്ങോട്ട് തീർത്ത് ഇങ്ങോട്ട് തീർത്ത് പകരത്തിന് പകരം ചോദിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സൗഹൃദത്തിന് ഒരിക്കലും വിള്ളലുണ്ടാക്കുന്ന ഒരവസ്ഥയും ഈ ഫുട്ബോളിൻ്റെ പേരിൽ നല്ല ഏതൊരു വിനോദത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെ പേരിലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ നാടുകളിലെ ഫ്ലെക്സുകൾ, അത് ശരിക്കും നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും സർക്കാർ സംവിധാനങ്ങൾ ആ കാര്യത്തിൽ ചില കർശനമായ നിയമങ്ങൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെയൊക്കെ ഒരു കാരണം. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നല്ല ശക്തമായ കാറ്റും മഴയുള്ളൊരു സമയത്ത് നമ്മൾ പരിചയമുള്ള ഒരു അങ്ങാടിയിൽ ഒരു വലിയ കൂറ്റൻ ബോർഡുകളാണ് എന്ത് ചെയ്യുന്നത് മറിഞ്ഞു കിടക്കുന്നത്. അപ്പം അതെങ്ങാനും ആ സമയത്ത് നടന്നു പോകുന്നവരോ വാഹനത്തിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ വലിയ പരിക്കുകൾക്ക് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമയിൽ കഴിയേണ്ട പരിക്കുകൾക്ക് കാരണമാവുന്നതാണ്. അപ്പോൾ ഈ റോഡ് സൈഡുകളിൽ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ കട്ടൗട്ടുകളൊക്കെ വെക്കുന്നത് സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളോ അല്ലെങ്കിൽ സർക്കാർ മൊത്തത്തിൽ തന്നെ ഇടപെട്ടിട്ട് അതെന്ത് ചെയ്യണം, ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ചില ചിന്തകൾ, നല്ല ചിന്തകൾ ഈ മേഖലയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കുമെന്ന് കൂടെയാണ് ഇതിൻ്റെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യം. വലിയ വിലയുള്ള ഡിജിറ്റൽ ഫ്ലെക്സുകൾ വരെ ഇപ്പോൾ നാട്ടിലുണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് റോഡ് സൈഡുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരവരുടെ പഠനം ഉറക്കമൊഴിച്ച് പഠനം ഒഴിവാക്കി, അതുപോലെ യുവാക്കളാണെങ്കിൽ ഈ ഒഴിച്ചത് കാരണം ജോലിയിൽ പോകാത്ത ആളുകൾ, അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് സത്യത്തിൽ എന്തുണ്ട് രക്ഷിതാക്കൾക്ക് തലവേദനയായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നല്ലൊരു നിലപാട് എല്ലാവരും എടുക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ശരിക്ക് നമുക്കെല്ലാവർക്കും അല്ലേ കുല്ലുക്കും റായിൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി എന്ന പ്രവാചക വചനമുണ്ടല്ലോ. അതിൽ പറയുന്നൊരു കാര്യം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളാണ്. ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ രക്ഷിതാവിന് റോളുണ്ട്, ഒരു യുവാവ് എന്ന് പറയുമ്പോൾ ആ യുവാവിന് റോളുണ്ട്, അതുപോലെ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റോളുണ്ട്. ഓരോരുത്തരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് അയാളൊരു നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫുട്ബോൾ ഈ ഒരു ലോകകപ്പിനെ കുറിച്ച് പറയുമ്പോൾ മത്സരങ്ങൾ അധികവും നടക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷവും പുലർച്ചെയും ഒക്കെയാണ്. കാരണം അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരിതിന് വേണ്ടിയിട്ട് സമയം ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന കളികൾ രാത്രി 12 മണിക്കും 12:30 ഉള്ളത്. അപ്പോൾ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് തീരെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ 12 മണി വരെ പലപ്പോഴും അവർ കാണുന്ന കാഴ്ചകൾ വേറെ ഏതെങ്കിലും വല്ല സീനുകളൊക്കെ അതുവരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതിനുവേണ്ടി വലിയ കൂറ്റൻ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് LCD LED പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് ക്ലബ്ബുകളും അതുപോലെ മറ്റു മീഡിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനോരമൻ്റെയും മാധ്യമത്തിൻ്റെയും മാതൃഭൂമിയുടെയൊക്കെ ഇതുപോലെയുള്ള അവർ ഓഫർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് കാണാൻ നല്ല സൗകര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മൾ നോക്കുക. ചെറിയ കുട്ടികളൊക്കെ രാത്രി ഒട്ടും ഉറങ്ങാതെ മുഴുവൻ കളികളും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഇടപെടണം എന്നാണ് പറയുള്ളത്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് കളി കാണണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു നിശ്ചിത സമയമൊക്കെ കണ്ട് മുഴുവൻ കളികളും കാണണം എന്നൊരു വാശി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാണേണ്ട കളികൾ കണ്ട് വിശ്രമം അഥവാ ഉറക്കം എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്നുള്ളത്. അതുപോലെ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ഏതൊരു ജോലിയിൽ നമുക്കറിയാലോ വളരെ സജീവമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ യുവാക്കളും ഇതുപോലെ തന്നെ തീരെ രാത്രി ഒട്ടും ഉറങ്ങാതെ ഈ ഒരു ഫുട്ബോളിന് വേണ്ടി ചിലവഴിക്കുകയും അതിനിടയിൽ വരുന്ന സമയങ്ങളൊക്കെ മറ്റു എൻ്റർടൈൻമെൻറ്റുകൾ കാണുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്രിയാശേഷിയെ ക്രിയേറ്റിവിറ്റിയെ തീർച്ചയായിട്ടും നശിപ്പിക്കും, ജോലിയിൽ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എന്ത് ചെയ്യുന്നത് അതൊക്കെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് നമ്മളങ്ങനെ കാണുന്നത് വലിയ പ്രായമായ ആളുകൾ പോലും ഇതിനു വേണ്ടിയിട്ട് സമയം ചിലവ് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഫുൾ കളി എന്നതിനപ്പുറം അതൊരു ജ്വരമായിട്ട് മാറി
അതിൻ്റെ പിന്നാലെ വാശിയും അതുപോലെ തന്നെ ബെറ്റ് വെക്കലും പിന്നെ എൻ്റെ ടീം മാത്രമേ ജയിക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ അവരുടെ വീടുകളിൽ തൻ്റെ മക്കൾക്ക് ആവശ്യമായ വിഭവങ്ങൾ എത്തിച്ചു അതെ. കൊടുക്കാൻ അദ്ദേഹം ആ ഒരു വാശിയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ ഈ ലോകകപ്പ് കളി മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വയം നമ്മളെ നിയന്ത്രിക്കുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതവിടെ നമുക്ക് ഇസ്ലാമികമായ ഭൂമികയിൽ നിന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇസ്ലാം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ച് പറയാറ്, ഇപ്പോൾ മദ്യം. ആ മദ്യം കുടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവൻ അള്ളാഹുവിനെ മറക്കുന്നു, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, നിസ്കാരം പോലെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള അതെല്ലാം മറന്നു പോവുകയാണ്. അവിടേക്ക് ഇത് എത്തിച്ചാൽ ഇതെന്താവും? ഇത് ലഹരിയാണ് ഉണ്ടാവുക. ലഹരി ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് നമ്മൾ ജ്വരം എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ഉപദേശം അവർക്ക് നൽകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കളികളൊക്കെ കഴിഞ്ഞ് രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങണമെങ്കിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട സുബഹി നമസ്കാരം പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതെ, പലരും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് തൻ്റെ ബാധ്യതകൾ, അത് സ്വന്തം ശരീരത്തിനോട് ബാധ്യതയുണ്ട്, അതെ, തൻ്റെ കീഴിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ബാധ്യതയുണ്ട്, തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യതകളുണ്ട്. ഈ ഓരോരുത്തരുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴേ അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു വിശ്വാസിയായി മാറുന്നുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമസ്കാരത്തിനൊക്കെ ഇത് തടസ്സമാണെങ്കിൽ അവിടെ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് തൻ്റെ ആരാധനാ കർമ്മങ്ങൾക്കാണ്. ആ ആരാധനാ കർമ്മങ്ങൾക്ക് തടസ്സമാണെങ്കിൽ ഇതാണ് ഒഴിവാക്കുക എന്നല്ലാതെ അതൊരിക്കലും മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ സമയം കഴിഞ്ഞ് നിർവഹിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലത്തെ ഇതൊരു വലിയ തെറ്റായിട്ടല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഇത്രയും ഗുരുതരമായ തെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പോകുന്നുണ്ട്, ഈ ആരാധനാ കർമ്മങ്ങളിലെ വീഴ്ച. അപ്പോൾ രക്ഷിതാക്കൾ ആ വിഷയത്തിൽ കുട്ടികളെ ഇതിനല്ല മത്സരിപ്പിക്കേണ്ടത് എന്തിനാണ്? പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികൾ അലാറം വെച്ച്, ആരുമായിക്കൊള്ളട്ടെ, അപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും ഈ അലാറം വെച്ച് ആ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരും മെനക്കെടാറില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ ആ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് എന്ത് വരിക, അവരൊരു നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുള്ളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്നും ഇതേപോലെ ലോകകപ്പ് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളി കാണാനുള്ളൊരു ആവേശം, കോളേജിൽ നിന്ന് അതിനുള്ള സൗകര്യമൊന്നുമില്ല, അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് വേണം കാണാൻ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പണ്ഡിതനോട് ഞങ്ങൾ ചോദിച്ചു, സർ ഞങ്ങൾ രാത്രിയൊക്കെയാണ് കളി, അത് കാണുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങളെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു തരുമോ, കളി കാണണ്ട എന്ന് ഞാൻ പറയില്ല മക്കളെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്ത് തരുമോ, ആ കളി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു 3 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കും, എന്നിട്ട് നിങ്ങൾ പോയി. കാരണം അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നും ദുനിയാവിൻ്റെ കാര്യത്തിൽ വിനോദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ പിശാച് വല്ലാതെ ബാധിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് പിന്നെ ജീവിതത്തിലും തുടർത്തുക. കളി വരുന്ന സമയത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ്. നന്മയിൽ മുന്നേറാനാണ് നമ്മൾ മത്സരിക്കേണ്ടത്, അല്ലേ? നന്മകളുടെ മാർഗത്തിൽ അത് ഏതൊക്കെ വഴികളുണ്ടോ അതിലൊക്കെ നമ്മൾ മുന്നേറണം എന്നാണ് ഏത് സന്ദർഭത്തിലും നമ്മൾ സാരിയോ ഇല മാഫിറത്തിൻ ജന്നത്താണല്ലോ നമുക്ക് കാണുന്നത്. സ്വാഭാവികമായിട്ടും അള്ളാഹുലേക്ക് പാപമോചനം തേടിക്കൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വഴിയിലേക്കാണ് നമ്മൾ മത്സരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു ഹറാമാക്കാത്ത, നിഷിദ്ധമാക്കാത്ത കളികളാവട്ടെ, ഇതുപോലെയുള്ള വിനോദങ്ങളാവട്ടെ, അതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുക എന്നുള്ളതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ വാതുവെപ്പ്, പന്തയം, ഇത് സത്യത്തിൽ ഹറാമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഹംറു വൽ മൈസറു അല്ലേ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മൈസർ, പന്തയം വെക്കുക എന്നുള്ളത്. ഈ ലോകകപ്പ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ തന്നെ വലിയ വാതുവെപ്പും വൻ ബിസിനസ്സാണ്. അതൊരു ഭാഗത്തുണ്ട്. പല രാജ്യങ്ങളും നിലനിൽക്കുന്നത് പോലും വലിയ കാസിനോകളെ മുൻനിർത്തിക്കൊണ്ടാണ്. അവരുടെ വരുമാനം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുസ്ലിം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു കാര്യത്തിലാണ് ഈ പോർവിളികളും വെല്ലുവിളികളും, എൻ്റെ ടീം ജയിച്ചാൽ ഇത്ര എന്ന് പറയുന്നത്. അത് ശരിക്കും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മതപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക എന്നാണ് ഒരു വിശ്വാസി എന്നും ശ്രദ്ധിക്കേണ്ടതുള്ളത്. മാത്രമല്ല, അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഫ്ലെക്സിൻ്റെ കാര്യത്തിലൊക്കെ, അപ്പോൾ അത് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകളിൽ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായിട്ട്, നമ്മൾ പണ്ട് കുട്ടികളെ കാണുന്ന സമയത്ത് മൂച്ചിമ കയറ്റുക, മോട്ടറാക്കുക എന്നൊക്കെ പറയുന്ന സംഭവം, ആ രൂപത്തിലേക്കൊക്കെ ഇത് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ടീം, ഒരു ഫാൻ അസോസിയേഷൻ 400 അടിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ
അതിന് നേരെ എതിർ ടീമുകൾ 600 അടി വെക്കുന്നു. എന്നിട്ട് പറയുന്നു ഇനിയും ഞങ്ങൾ നിർത്തിയിട്ടില്ല, നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ അതെ കൂട്ടും. അതെ ഇതൊക്കെ പറഞ്ഞൊരു ഒരു ഒരു പരസ്പരം മത്സരിക്കണം. പക്ഷെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നന്മയിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അതെ മാത്രമല്ല ഈ വലിയ കൂറ്റൻ ഫ്ലെക്സുകൾക്കൊക്കെ ഭീമമായ സംഖ്യ സംഖ്യ ചെലവഴിക്കണം എന്നുള്ളതാണ്. ആയിരങ്ങളും പതിനായിരങ്ങളും ഈവൻ ലക്ഷങ്ങൾ പോലും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഫ്ലക്സ് മാത്രമല്ല, വാഹനങ്ങൾ, കാറ്. അതുപോലെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ബൈക്ക് കണ്ടു രാത്രി പോകുമ്പോൾ. അവിടെ നിന്നിട്ട് കുട്ടികൾ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊരു ഫാൻസിൻ്റെ ആ ഒരു രൂപമാക്കിയിട്ടുണ്ട്. അതുപോലെ കാറുകൾ പെയിൻ്റ് അടിച്ചു, വീട് ഒരു ടീമിൻ്റെ പേരിൽ പെയിൻ്റ് അടിച്ചിട്ട്, ഇങ്ങനത്തെ വലിയ ചിലവിലാണ് എന്ത് ചെയ്യുന്നത്. ഇതൊന്നും ഇപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നാണ് നമ്മൾ ആലോചിക്കുക. എന്തെങ്കിലും ഒരു നേട്ടം, ആർക്കെങ്കിലും ഒരു നേട്ടം വേണ്ടേ? നേട്ടമുള്ളവരുണ്ടാകാം, ഫ്ലക്സുകാരന് ഉണ്ടാവാം, പെയിൻറ്റിങ്ങുകാരുണ്ടാവാം. അതല്ലാതെ സ്വന്തത്തിനോ നാടിനോ വീടിനോ രാജ്യത്തിനോ എന്ത് ഗുണമാണ് അതിലുള്ളത്? ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പോൾ ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു വലിയൊരു ഇൻഡസ്ട്രി ഇതിൽ നിന്നും ഭീമാകരന്മാരായി മാറുന്നുണ്ടെന്നുള്ളതാണ്. അതെ നല്ല കൊയ്ത്തുകൾ അവർ ഞങ്ങൾ പലപ്പോഴും പറയുള്ള കാര്യം തരും, ഈ ഫ്ലെക്സ് ആദ്യം കൊണ്ട് വെക്കുന്നത് ഏതെങ്കിലും നല്ല ഫ്ലെക്സ് നടത്തുന്ന ടീമുകളാണെന്നുള്ളതാണ്. അതെ അതെ അത് കാണുമ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് എന്ത് ചെയ്യുന്നത്. ഒരു വലിയ ഇൻഡസ്ട്രി, അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ ഉപയോഗപ്പെടുത്തണം. അതെ പക്ഷെ ഇത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിക്കാതെ, ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താ പറയുക, ഒരു ബക്കറ്റ് ആയിട്ട് പിന്നെ ഒരു രാജ്യത്തിൻ്റെ ആ ജേഴ്സി ഇട്ടുകൊണ്ട് അതെ ടീം നിൽക്കുകയാണ്. അതിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങളിൽ ഈ ബക്കറ്റ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഫ്ലെക്സ് വെക്കാനാണ്, കട്ടൗട്ടുകൾ വെക്കാനാണെന്നുള്ളതാണ്. അതെ അതെ അപ്പോൾ അതൊക്കെ അതിന് കൂടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന ഇതാണ് കണ്ടില്ലേ, ഇതിൻ്റെ ആൾക്കാർ മാത്രം നന്നാവിടെ, അല്ലാത്തവർ വേണ്ടട്ടോ, മറ്റവരത് വേണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു റോട്ടിൽ തടസ്സങ്ങളുണ്ടാക്കി വാഹനങ്ങളെ തടഞ്ഞു നിർത്തിയൊക്കെ അതിനുവേണ്ടി പൈസ പിരിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാഷുകൾ നമ്മൾ ചെലവഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അധ്യയന വർഷം തുടങ്ങിയ ഒരു സമയമാണ്. പല രക്ഷിതാക്കളും ഇപ്പോൾ ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ ഈ ഒരു 10-15 ദിവസത്തിൻ്റെ ഇടയിൽ ക്ലാസ് നടന്ന കാഴ്ചകൾ എന്താണെന്ന് അറിയോ, ഇപ്പോഴും യൂണിഫോം എടുക്കാത്ത അതെ കുട്ടികളുണ്ടെന്നുള്ളതാണ്. അതെ ഇപ്പോഴും ആവശ്യത്തിനുള്ള നോട്ട് ബുക്കുകളില്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികളുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ആരാ? നമ്മുടെ നാട്ടിലെ മക്കളല്ലേ. അതെ തീർച്ചയായിട്ടും മഴയത്ത് ആയിരക്കണക്കിന് ആളുകൾ. കുട്ടികൾക്ക് കുട ഉണ്ടായാലും കുട ഇല്ലാത്തൊരു കാലമാണ്. പക്ഷേ മഴ നനഞ്ഞു വരുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട ഇല്ല സാർ, ഞാൻ ഇല്ലാഞ്ഞിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാത്തവരുണ്ടാവും ഇല്ലാത്തവരുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പം ഇതൊക്കെ യുവാക്കൾ, ഓരോ നാട്ടിലെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ. ഈ എടുക്കുന്ന സംഖ്യകൾ കളക്ഷനായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലിയോ അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ എടുക്കുന്ന പൈസകൾ കൊണ്ട് നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന അതെ നല്ല തീർച്ചയായും. ഒരു മെമ്മറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന അത്തരം ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ. രോഗികൾ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത എത്ര ആളുകൾ എത്രയോ നമ്മുടെ ആളുകൾ. നാടുകളിലുണ്ട്. ചോറ് നിൽക്കുന്ന വീടുകളുള്ള എത്ര വീടുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോക്കാരൻ നമ്മളോട് പറഞ്ഞത്, ഒരു സുഹൃത്താണ് അദ്ദേഹം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും എത്ര കിലോമീറ്റർ ദൂരമുണ്ട്, അതും ഇത്രയും ദൂരം ഒരു ഓട്ടോ വിളിച്ചു പോകണമെന്നുണ്ട്. ടാക്സിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ, അതെ കാരണം ബസ്സിന് പോകാൻ ഇയാൾക്ക് ഒരിക്കലും കഴിയില്ല. കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എന്നെ വിളിച്ചു മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. തിരിച്ചു വരുമ്പോൾ അവരെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ എൻ്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്, എന്തായാലും ഇത് വാങ്ങിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് തന്നു. എന്നിട്ടും ഞാൻ സാധാരണ അത്രയും അങ്ങോട്ടേക്ക് പോകുന്ന ദൂരത്തിൻ്റെ പകുതി പൈസ മാത്രമാണ് വാങ്ങിയത്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ടെന്നുള്ളതാണ്. അതെ ഒരു നേരത്തെ മരുന്ന്, ആഹാരം, ഇതിനൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. അതെ അതെ ഈ റോഡുകളിൽ ഫ്ലെക്സ് ഉണ്ടാക്കി ബോർഡുകൾ വെച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതിന് പകരം ഇതുപോലെയുള്ള നല്ല പുണ്യകർമ്മങ്ങൾ. പുണ്യകർമ്മങ്ങൾ അത് അവരെ ഫാൻ അസോസിയേഷൻ്റെ പേര് ചെയ്യട്ടെ. അതെ എന്താ ഞങ്ങൾ ഇന്ന ടീമിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇതുപോലെയുള്ള ഫ്ലെക്സുകൾ വെക്കുന്നില്ല, അല്ലെങ്കിൽ കട്ടൗട്ടുകൾ വെക്കുന്നില്ല, ഞങ്ങളുടെ സംഖ്യ ഇന്ന കാര്യത്തിനാണ്, ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷവും ഒരു ആത്മാഭിമാനവും അതിലുപരി ഞങ്ങൾ സംതിങ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിലെ ഒരു ചാരിതാർത്ഥ്യമൊക്കെ അവർക്ക് തോന്നുമല്ലോ. അപ്പം ആ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം, ഒന്ന് തിരിച്ചു വിടണം എന്നാണ് സ്നേഹക്കൂടിന് പറയാനുള്ളത്. അതെ. അപ്പോൾ സ്നേഹക്കൂടിൽ നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു അടയാളപ്പെടുത്തലുകൾ വേണം. ഇപ്പോൾ നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പുണ്യകർമ്മം അല്ലെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട് നിർമ്മാണമോ, ചോർന്നൊലിക്കുന്ന വീട് പുനർനിർമ്മാണമോ, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് യൂണിഫോം അല്ലെങ്കിൽ പുസ്തകങ്ങൾ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വരുമാനം, ആ ചെറിയ വരുമാനം അതിൻ്റെ
ആ പണത്തിൻ്റെ സക്കാത്ത് അവൻ്റെ ഉപ്പയെ അവൻ ഏൽപ്പിച്ചു എന്നാണ്. ഉപ്പയെ ഏൽപ്പിച്ചിട്ട് ബാക്കി പണം കൊണ്ട് അവൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികൾക്ക് പഠന സാമഗ്രികളും ഒരു 17 വയസ്സുകാരൻ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് വളരുകയാണെങ്കിൽ, ഇത് ഒരു കുട്ടി ചെയ്ത നമ്മുടെ നാട്ടിലെ യുവാക്കൾ വിദ്യാർത്ഥികൾ അങ്ങനെ ആലോചിച്ച് വളരുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള കുറേ പ്രശ്നങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ ഈ ഒരു മലിനീകരണം അത് മാറിക്കിട്ടുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പിന്നെ മോനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊക്കെ സുഹൃത്തിൻ്റെ മോനാണ്. മാത്രമല്ല എനിക്ക് അവനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്, അവൻ നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു 3 വർഷം. അതെ അതെ ഭയങ്കര നമ്മളൊക്കെ ഒരു സങ്കടപ്പെടുത്തിയ ഒരു മരണമാണ് അവൻ്റെ മരണം. പക്ഷെ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരുന്നുണ്ടെന്നുള്ളതാണ്. എന്താണ് ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 17 വയസ്സ് മാത്രം പ്രായമായ അവൻ ചെയ്ത ഒരുപാട് നന്മകൾ നമുക്കൊക്കെ അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മളോട് ചോദിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരസുഖം പറയത്തക്ക ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഒന്നുമില്ലാതെ ഒരു ദിവസം ഒരു തലവേദന വന്ന് അതെ ഹോസ്പിറ്റലിലാക്കി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതെ പക്ഷെ സ്നേഹക്കൂടിന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യുള്ളത്, അവനും ഒരു വിദ്യാർത്ഥിയാണല്ലോ. അതെ വെക്കേഷനിൽ അവൻ ചെയ്ത ഒരു വർക്കിന് അവന് കിട്ടിയ ഒരു സംഖ്യ കൊണ്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതെ 10ലധികം കുട്ടികൾക്ക് സ്കൂൾ പഠന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കാൻ അവർ സാധിച്ചു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പിന്നെ മാതൃകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ കട്ടൗട്ടുകൾ വെച്ച് അതുപോലെ തന്നെ ഫ്ലെക്സുകൾ വെച്ച് കൊടിതോരണങ്ങൾ തൂക്കി എത്രയോ സംഖ്യ വെറുതെ അതെ ആർക്കല്ല. അപ്പോൾ പല സ്ഥലത്തൊക്കെ ആ കൊടിയൊക്കെ മഴ പെയ്ത് തൂങ്ങി ആരും കാണുപോലുമില്ല, അത്ര അതെ ചുറ്റിയും ഇതൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക്, നന്മകളിലേക്ക് ചിന്തിച്ച് അതിലേക്ക് വഴി മാറ്റുകയാണെങ്കിൽ അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി തീരുന്നുള്ളതിനാണ് വീണ്ടും ആ നമുക്ക് പറയാനുള്ളത്. കുട്ടിയുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി അനവധി ആളുകൾ വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ആ കുട്ടി എന്തുകൊണ്ടാണ് വന്നത്? ഈ പുണ്യകർമ്മങ്ങൾ നാടിന് സേവനം ചെയ്തുകൊണ്ടാണ്. എന്നാലിപ്പോൾ ഇതിപ്പോൾ എന്ത് സേവനം പറഞ്ഞിട്ട് ആളുകൾ വരിക? ഇന്ന ഫ്ലക്സ് തൂക്കിയെന്ന് പറഞ്ഞ് ആരും വരില്ല. അതേസമയം ഒരു കുട്ടിക്ക് യൂണിഫോം കൊടുത്തതിൻ്റെ പേരിൽ അല്ലേ, അതുകൊണ്ടാണ് ആളുകൾ അവനെ ഓർമ്മിക്കുന്നത്. ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതും അവനെ മാതൃകയാക്കണമെന്നൊക്കെ പറയാം. അതിലേക്ക് യുവാക്കൾ കടന്നു വരണമെന്നാണ് ഓർമ്മപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ വാശി കാണിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. അവരെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. അത് നന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വാശിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടാവും എന്നുള്ളതാണ്. ഒന്ന്, പിന്നിൽ നിന്നും ആരെങ്കിലും ഇങ്ങനെ പ്രേരിപ്പിച്ച് വരുന്നൊരു കാര്യങ്ങളുണ്ടാവാം. പിന്നെ ആവശ്യത്തിനുള്ള ഉറക്കമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ അമിതമായ വാശി ഉണ്ടാവാം. അതിനേക്കാളും ഉപരി ഈ ഒരു ലോകകപ്പ് നടക്കുമ്പോൾ ഏതൊരു രക്ഷിതാവും ശ്രദ്ധിക്കേണ്ട വലിയ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് അതിനുശേഷം നമ്മളുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ വന്നിരുന്നു. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒരു ദിവസം ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ചത് വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും അതെ അവസരങ്ങൾ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഈ അർദ്ധരാത്രി ആരിൻ്റെ കൂടെയാണ് നമ്മുടെ മക്കൾ ഈ കളികൾ കാണാൻ പോകുന്നത്? വീട്ടിൽ നിന്നല്ല പലപ്പോഴും കാണുന്നത്. അതെ ഒരു വൈബ് ഉണ്ടാവണം എന്നാണ് കുട്ടികൾ പറയാറുള്ളത്. ഈ തീർച്ചയായും വൈബിന് വേണ്ടി ക്ലബ്ബുകളിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. അർദ്ധരാത്രി പോകുന്നു, ആരാ കൂടെയുള്ളത്, ആരൊക്കെയാണ് ആ ക്ലബ്ബിലുള്ളത്, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അവരുടെ കണ്ണികൾ വിശാലമാക്കാൻ വേണ്ടിയിട്ടും വലിയ റാക്കറ്റ്, വലിയ കണികളുമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. കാരണം ഈ ലഹരിക്ക് ഒരു പ്രാവശ്യം അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് പ്രയാസമാണ്. അത് മാത്രമല്ല, മക്കളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കളിക്ക് പോയാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അടുത്ത ദിവസം പോകും. അതെ ആ കളി തീരുന്നത് വരെ ഒരു 10, 30, 35, 40 ദിവസത്തോളം എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് അവർ കിട്ടണം. അപ്പം അതിനിടയിൽ ആദ്യത്തെ 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യും, പലപ്പോഴും ഈ ലഹരി മാഫിയകൾ ഇവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കണം എന്നുള്ളത്. അതെ അതെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവർ അതിൻ്റെ ആവശ്യക്കാരായിട്ട് മാറണം എന്നുള്ളത്. പിന്നെ ഒരു ചെയിൻ കണ്ണികളായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിലാണ് പലപ്പോഴും ഇത്തരക്കാരായ ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല, ഗൗരവമായി കാണുകയും അത് നോക്കുകയും പരിശോധിക്കുകയും അത്തരക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് ഈ സ്നേഹക്കൂടിന് ആവശ്യപ്പെടുന്നത്. അതെ അതിൽ രക്ഷിതാക്കൾക്ക് എടുക്കാനുള്ള സ്റ്റെപ്പ് ഒന്നവരെ അതിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ വീട്ടിൽ കാണാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അത്ര നിർബന്ധമാണെങ്കിൽ.
പിന്നെ അതിനൊരു പരിധി വെക്കുക ആ വിഷയത്തിൽ എന്നാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിലൊരു ആവേശം, ഇപ്പോൾ ഈ ആവേശം ചെയ്യുന്ന ആളുകൾ എന്താണ്, മറ്റുള്ളവരെ കളി കണ്ടിട്ടാണ്. ഈ കളിക്കാർ അവരെ ഉത്തരവാദിത്വം, അവരെ സാലറിയൊക്കെ വാങ്ങി അവരവരെ വീടുകളിലേക്ക് പോകും. പിന്നെ നടക്കുന്നത് എന്താണ്, നമ്മുടെ നാട്ടിലാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത്. അത്തരക്കാരോട് ഇപ്പം ആ കഠിനാധ്വാനം ശരിക്കും ആരെ നമ്മളെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവരെ മസിൽ പവറും അവരെ സിക്സ് പാക്കൊക്കെ കണ്ടിട്ട് ആവേശങ്ങളും, നമുക്കതുപോലെ എന്ത് ചെയ്യാം, മസിലും സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. അവർക്ക് ഒരു കളിയിൽ നിന്നും കോടിക്കണക്കിന് ഡോളറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ്. സ്കൂളുകളിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറിൻ്റെ ഫാൻസ്, എംബാപ്പെ, ആളണ്ട്, സല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ കളിക്കാർ അവരുടെ ഫാൻസാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പലപ്പോഴും. അതെ. നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് ടീമിൻ്റെ ആളുകളാണെന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മക്കളോട് ലാസ്റ്റ് പറയും, ഓക്കെ നിങ്ങളെല്ലാവരും ടീമും ജയിക്കട്ടെ, എന്തായാലും ഒരു ടീമല്ലേ അതെ. ഫൈനലിൽ കപ്പ് കൊണ്ടുപോകുള്ളൂ. അത് സാർ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ ആ കാര്യങ്ങൾ പറയാറുള്ളത്. അപ്പോൾ കുട്ടികളോട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു വേർഡ് പറയുമ്പോൾ, മക്കളെ നിങ്ങൾ നോക്കൂ, ഈ കളിക്കാർക്കൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര രൂപ ഓരോ കളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? പോകട്ടെ, ഈ ലോകകപ്പ് മത്സരങ്ങൾ പോട്ടെ, അല്ലാതെ അവർ മത്സരിക്കുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നും ഓരോ വർഷവും വലിയ ഭീമമായ സംഖ്യയാണ് അവർക്ക് ലഭിക്കുന്നത്. അവരുടെ കയ്യിനോ കാലിനോ ശരീരത്തിലോ എവിടെയെങ്കിലും ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് ആയിട്ട് പോലും അവർക്ക് ലഭിക്കുന്നത് വലിയ സംഖ്യകളാണ്. അതെ. കളിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവർക്ക് കിട്ടേണ്ട സംഖ്യകൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ മക്കളോട്, പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് യുവാക്കളോടും പറയാറുള്ളത്, നമ്മുടെ ഓരോരുത്തരും നമുക്കൊരു പിന്നെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് എങ്കിൽ അവരെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. അവർ കളിക്കളത്തിൽ പലപ്പോഴും കളിക്കുന്നത് മാക്സിമം പോയാൽ 1.5 മണിക്കൂറൊക്കെയാണ്. ഇനി എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ ഒരു അരമണിക്കൂറും കൂടെ ഉണ്ടാവും. അഥവാ ഒരു കളിക്കാരൻ ഒരു ഗ്രൗണ്ടിൽ മാക്സിമം കളിക്കുന്നത് 2 മണിക്കൂറാണ് അല്ലേ. 1.5 മണിക്കൂറാണ് കളിയുടെ സമയം, അത് മുഴുവൻ കളിക്കണമെന്നില്ല. ഇനി അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമൊക്കെ വരികയാണെങ്കിൽ 2 മണിക്കൂറാണ് കളിക്കുന്നത്. പക്ഷേ ആ 2 മണിക്കൂർ കളിക്കുന്നതിന് വേണ്ടി അവർ ജീവിതത്തിലെടുക്കുന്ന കഠിനാധ്വാനം, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന, ഗോളടിക്കുന്ന, പന്തുമായിട്ട് പാസ് ചെയ്ത് നടക്കുന്ന, അതിവേഗത്തിൽ ഓടുന്ന കളിക്കാരെ നമ്മൾ കാണുന്നത്. പക്ഷേ അതിവേഗത്തിൽ ഓടാനും ഗോളടിക്കാനും തങ്ങളുടെ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിണക്കാനൊക്കെ അവർ വർഷങ്ങൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ദിവസങ്ങൾ, ഓരോ ദിവസവും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് തരും, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട മെയിൻ ഉത്തരവാദിത്തം എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. അതെ. ആ പഠനത്തിന് വേണ്ടി ഈ കളിക്കാർ അവരുടെ കളിയാണ് അവരുടെ പ്രധാനം. അതെ. അതിനു വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്ന സമയവും കഠിനാധ്വാനവും എത്രയാണോ, അതേപോലെ പഠനത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം നിർവഹിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കളിക്കാരൻ, ഇപ്പോൾ ഉദാഹരണമാണ് ഒരു മെസ്സി. ഈ മെസ്സിയെ എന്ത് ചെയ്യണം, കുട്ടികൾ ഫോളോ ചെയ്യണം. അതിൽ നമുക്കെന്ത്, ഇയാളിൽ എന്ത് മാതൃകയുള്ളത്? അപ്പോൾ അയാളുടെ മുടി എങ്ങനെയാണ് വെട്ടി, അപ്പോൾ കുട്ടികൾ കണ്ടില്ലേ പല രൂപത്തിലും മുടി വെട്ടി അവരെങ്ങനെയാണ് ഡ്രസ്സ് ധരിക്കണത്, ആ ഡ്രസ്സ് ധരിച്ച് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥ സത്യത്തിൽ നമ്മളൊരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചാണ് അല്ലേ, നബി വിരോധിച്ചു. ഇപ്പോൾ മുടി വെട്ടിപ്പോൾ ഒരു കുട്ടി നടന്നു പോകുന്നു, ആ കുട്ടി നബി പറഞ്ഞു എന്താണ് അങ്ങനെ മുടി വെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നമ്മളെ രക്ഷിതാക്കൾ പോലും അങ്ങനെ വെട്ടാൻ പറയുന്ന ഒരു രൂപമുള്ളത്. അപ്പോൾ ശരിക്കും നബി വിരോധിച്ചൊരു കാര്യമാണ് എന്ത്, അത് ചെയ്യണം. എന്താ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ, അയാൾ അങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത്, ഇയാൾ ഈ ഡ്രസ്സാണ് എടുത്തത്. അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കണം. കളി കണ്ടു, അത് വിനോദം, അത് നമ്മളങ്ങനെ ആസ്വദിച്ചു എന്നല്ലാതെ അയാളെ ഫോളോ അപ്പ് ചെയ്യണം അതേപോലെ അല്ലേ. അത് ശരിയല്ല. താരാരാധന അതെ, നടത്തി താരാരാധന. എല്ലാ കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കുട്ടികളാണ്. ഇപ്പോൾ ഒരു ഗോൾ അടിച്ചാൽ പോലും അദ്ദേഹം കാണിച്ച അതേ ആക്ഷൻ കാണിക്കുക, അദ്ദേഹം നടക്കുന്നത് പോലെ നടക്കുക, അയാളുടെ ഡ്രസ്സ് അതേപോലെ ധരിക്കുക. ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ചരിത്രം, എൻ്റെ ക്ലാസ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു മീറ്റിങ്ങിന് വന്നിട്ട് അവർ പറഞ്ഞത്, സാറേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരു കളിക്കാരനെ ഇപ്പോഴും കളിക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അവർ പറയണത്. നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരും, എൻ്റെ മോൻ്റെ റൂമൊന്ന് നോക്കിയും, ഇനി ഫോട്ടോ ഒട്ടിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കണ്ണാടിയിൽ അവൻ്റെ മുഖം കാണുന്ന ആ ഒരു ഭാഗത്തല്ലാത്ത റൂമിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കളിക്കാരൻ്റെ ഫോട്ടോ ഒട്ടിച്ചേക്കാണ്. അയാളെങ്ങാനും നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്കറിയണ ഭാഷയിൽ ഞാൻ അയാളോട് പറയും, എൻ്റെ കുട്ടിനെ കേടെടുത്തത് നിങ്ങളാണ് കേട്ടോ എന്ന്. അതെ, അതെ. ഈ ഉമ്മ പറയണം, വളരെ സങ്കടപ്പെട്ടിട്ട് പറയണം. എന്നിട്ട് പറയണത്, ഇവൻ വായിക്കാനിരുന്നാൽ
അവൻ്റെ മുന്നിൽ കാണുന്ന മുഴുവൻ ഈ ഒരു സാധനങ്ങളല്ലേ. ഉം. മാഷെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ പുസ്തകം പൊതിഞ്ഞ കവറ് പോലും അയിമൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ ഇയാളുടെ ഫോട്ടോ ഉള്ള കവറാണ് വാങ്ങുക, അതല്ലെങ്കിൽ അവരെങ്കിലും വരച്ച് വെച്ചിട്ടുണ്ടാവും സ്കെച്ചൊക്കെ എടുത്ത് കണ്ട്. പഠിക്കാനിരുന്ന ഫുൾ ഇതാണ് പരിപാടി എന്നുള്ളതാണ്. അപ്പം ഈ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളല്ല. കളിയിൽ അവർ ഒരു പക്ഷേ പെർഫെക്റ്റ് ആവാം, അതെ, പക്ഷെ അവരുടെ മറ്റു പല ജീവിത ശൈലികളോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളോ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ തൊടാൻ പോലും പറ്റൂല. ഫോളോ ചെയ്യാൻ വേണ്ടി തൊടാൻ പോലും പറ്റില്ല. നമുക്ക് പറ്റൂല. വൈവാഹിക രംഗത്തുള്ള കാര്യങ്ങളാവട്ടെ, അതെ, അതുപോലെ എല്ലാ കാര്യവും ഓരോ മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ പല കാര്യം ഇപ്പോൾ വൈനുകൾ പല ടീമുകളും ആഘോഷിക്കാറുള്ളത് വൈൻ ഓപ്പൺ ചെയ്തിട്ടും അത് കുടിച്ചുകൊണ്ടും അങ്ങനെ ആ രൂപത്തിലാണ്. ഒരു വിശ്വാസി സംബന്ധിച്ചത് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് അവരുടെ കളി ഓക്കെ ആവാം, പക്ഷെ അതിലപ്പുറമുള്ള ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ളൊരു പോക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ അലക്ഷ്യമായ മറ്റു പല കാര്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അഡിഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഇപ്പോൾ പിന്നെ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ താരം ഇവരൊരു പരസ്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, അവരൊരു കോള കുടിക്കണം, കോള കുടിക്കുന്ന പോലെ കാണിക്കണം. എന്നിട്ട് അത് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാണ്, അത് ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഇവർ ഈ കോള കുടിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോള ഒരിക്കലും ഇവർ കുടിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പാൻപരാഗ് അങ്ങനത്തെ ഒരു സാധനമില്ല, ഒരു ലഹരി പദാർത്ഥം. എന്നിട്ടോ അത് കുടിച്ചിട്ട് ഇവരെ മസിൽ പവറൊക്കെ അതിലുണ്ടായതാണെന്ന് കാണിക്കുന്ന രൂപത്തിൽ എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മുടെ കുട്ടികളത് ഫോളോ ചെയ്ത് അത് വാങ്ങി കുടിക്കുന്നു, പരസ്യത്തിൽ കണ്ടത് കുടിക്കുന്നു. ഇത്രമാത്രം വിഡ്ഢിത്തരമാണ് സത്യത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ശരിക്കും നമുക്ക് വേണം. അതാണ് നമ്മൾ വീണ്ടും പറയണ കാര്യം. അഥവാ അവരുടെ കളിയും അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള പല ആളുകളും പല പരസ്യത്തിൽ അല്ലേ, ഇവർ കളിക്ക് പ്രതിഫലം വാങ്ങുന്നതിനേക്കാൾ സംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനിയുടെ മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യത്തിൽ നിന്ന് അവർക്ക് ജസ്റ്റ് ആ പരസ്യത്തിൽ അഭിനയിക്കണം, അവരൊരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പരസ്യത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിഞ്ചു കുട്ടികൾ പോലും പിന്നീട് അത് വാങ്ങി കുടിക്കുകയും അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മക്കളെ ഫോക്കസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം, അതെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരുണ്ടെങ്കിൽ ആ കളിക്കാരുടെ കളിയിലുള്ള മികവിനെക്കുറിച്ച് നമുക്ക് വിലയിരുത്താം. അതെ, അതിനുവേണ്ടി അവരെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ, നിരന്തര പരിശ്രമം അവർ നടത്തുന്നത്. കൺസിസ്റ്റ് എഫേർട്ട് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കലും. അത് റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, ഇന്ന് കളിക്കുന്ന ഏത് കളിക്കാരാവട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരൊക്കെ ഒരു ദിവസം മണിക്കൂറുകളാണ് അതെ, ഈ ഒരു 2 മണിക്കൂറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, 2 മണിക്കൂർ കളിക്ക് വേണ്ടി, 1.5 മണിക്കൂർ കളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അവർ ഗ്രൗണ്ടിലുണ്ടാവുക. ആ ഒരു കളി ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നത്, ചെലവഴിക്കുന്നത് മണിക്കൂറുകളാണ്. അപ്പോൾ നിരന്തര പരിശ്രമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി ചെലവഴിക്കണം എന്നതാണ് ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്. അതെ, പലപ്പോഴും കളിക്കാരങ്ങൾ ആലോചിക്കും അല്ലേ, അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതെ, നമ്മുടെ മക്കളോട് പറയാനുള്ളത് ആ ഒരു ആത്മവിശ്വാസം സ്വീകരിച്ചുകൊണ്ടാവണം നമ്മുടെ വഴികളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠനരംഗത്തേക്ക്, യുവാക്കളാണെങ്കിൽ അവരുടെ ജോലികളിലേക്ക് അല്ലേ. ഈ കളിക്കാർ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഈ കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു, ഞാൻ നന്നായിട്ട് കളിക്കും, എൻ്റെ മാക്സിമം പെർഫോമൻസ് എൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, അവിടെ മറ്റുള്ളവർ അതിനു വേണ്ടി സഹകരിപ്പിക്കും, എൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കും. ഈ രൂപത്തിൽ ഒരു സെൽഫ് കോൺഫിഡൻസോട് കൂടി, ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ്. അതേ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുലർത്തണമെന്നാണ് രണ്ടാമതൊരു പോയിന്റ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതെ, നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കളിക്കാരനാവാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ മേഖല എന്താണോ അതിലേക്ക് നമ്മൾ വളരെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഉന്മേഷത്തോടെ ഇറങ്ങുക എന്നുള്ള എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുമ്പോൾ ഇതിലേക്ക് എന്താണെന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? നമ്മൾ ഇപ്പോൾ ഒന്ന് വിജയം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വിജയം, നമ്മൾ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസം വേണം, നിരന്തര പരിശ്രമം വേണം, അതുപോലെ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഏതൊരു കളിക്കാരനും ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെന്തിനുണ്ട്, നമ്മൾ ജീവിതത്തിൽ അല്ലേ, നമുക്കറിയാലോ സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്ത്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ റബ്ബേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ തരണേ, പരലോകത്ത് നന്മ തരണേ, നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്ത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളാണ് നമ്മൾ. പക്ഷേ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണ് ഇവിടത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ വിജയിക്കാൻ വേണ്ട നല്ലൊരു ആത്മവിശ്വാസവും നിരന്തര പരിശ്രമവും അതിലുപരി നല്ലൊരു പ്രതീക്ഷയും നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നല്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതിലുപരി അല്ലേ, ഏതൊരു കളിക്കാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ
അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെ. ഒന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നാഷണൽ ആന്തം അവിടെ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞ് കളിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരൊരു പിന്നെ ടീമായി കൂടി നിന്ന് അവരുടേതായ ഏത് മതക്കാരാണെങ്കിലും അവരുടേതായ ഒരു പിന്നെ ഏത് രാജ്യക്കാരാണെങ്കിലും അവരുടേതായ ഒരു ആചാരവും ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അവിടെ നമുക്കൊരു വലിയ മാതൃകയുണ്ട്. ആ പ്രാർത്ഥന പിന്തുടരണമെന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ നമുക്ക് അഭയം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അല്ലേ. ഒരു ആ ടീം എന്താണ്, ഞങ്ങൾ കളിക്കുന്ന കളികൾ ഏറ്റവും നന്നാവണേ എന്നുള്ളൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ടാണ്, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ പിരിഞ്ഞു പോകാറുള്ളത്. എന്നിട്ടാണ് അവർ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇത് ഏറ്റവും നന്നായിട്ട് വിജയിക്കാൻ നാഥ എന്നെ അനുഗ്രഹിക്കണേ എന്നൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മളെ പഠന രംഗത്തേക്കാവട്ടെ, യുവാക്കളാണെങ്കിൽ ജോലിയിലേക്കാവട്ടെ, മുതിർന്ന ആളുകളാണെങ്കിൽ തങ്ങൾ നിർവഹിക്കുന്ന ഏത് കർത്തവ്യമാണോ അതിലേക്ക് ആ രൂപത്തിൽ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഗുണം ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്കറിയാലോ, നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ നിർദ്ദേശിക്കപ്പെട്ടവരുമാണ്. അതെ അല്ലേ? അതെ ഇറങ്ങുമ്പോൾ എന്ത് കാര്യത്തിലാണ്, വാഹനത്തിൽ കയറുമ്പോൾ, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് നിർദ്ദേശമുണ്ട്. അതൊരു സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ രക്ഷിതാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വിനോദമാണ്, ഒരു കളിയാണ്. അതിൻ്റെ അതിരുവിടാതെ പരിധി ലംഘിക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ നമുക്ക് അറിയാം, ഫി റസൂലില്ലാഹി ഉസ്വത്തും ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് മാതൃക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന മാർഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതും മരണപ്പെടേണ്ടതും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിഷയവുമായി അടുത്ത സ്നേഹക്കൂടിൽ നമുക്ക് കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.